മാർത്തോമാ വിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങൾ. 113ാമത് മാർത്തോമാ സ്റ്റുഡൻസ് കോൺഫറൻസ് അനുഗ്രഹകരമായി പൂർത്തീകരിക്കാൻ ദൈവം സഹായിച്ചു. ഏപ്രിൽ മാസം 29 മുതൽ മെയ് മാസം 2-ാം തീയതി വരെ തിരുവല്ലയിലുള്ള ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് ഇത്തവണത്തെ കോൺഫറൻസ് ക്രമീകരിക്കപ്പെട്ടത്. 113 വർഷങ്ങളായിട്ടുള്ള ഈ കോൺഫറൻസിൻ്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. 1910 ആരംഭിച്ച ഈ ഒരു കോൺഫറൻസ് ഇപ്പോൾ 113 വർഷങ്ങൾ പൂർത്തീകരിക്കുന്നു. ഇടയ്ക്ക് കോവിഡിൻ്റെ സമയത്ത് 2 വർഷം കോൺഫറൻസ് നടന്നില്ല. അങ്ങനെയെങ്കിൽ 115ാമത്തെ കോൺഫറൻസ് ആകുമായിരുന്നു. 113ാമത്തെ കോൺഫറൻസ് അനുഗ്രഹകരമായി പൂർത്തീകരിക്കാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. എന്നോടൊപ്പം ഇന്ന് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. ഈ കോൺഫറൻസിൻ്റെ സ്റ്റുഡൻറ് സെക്രട്ടറിമാർ 2 പേർ ഇന്ന് എന്നോടൊപ്പം പങ്കുചേരുന്നു. പ്രിയപ്പെട്ട റോഹൻ ഈ കോൺഫറൻസിൻ്റെ സ്റ്റുഡൻറ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നു. നല്ല ഒരു ഗായകൻ കൂടിയാണ് റോഹൻ. പ്രിയപ്പെട്ട സൈന സാം കോൺഫറൻസിൻ്റെ സ്റ്റുഡൻറ് സെക്രട്ടറി ആയിരുന്നു. ഈ കോൺഫറൻസിൻ്റെ ഡെലിഗേറ്റായി പങ്കെടുത്ത സെമിനാരി വിദ്യാർത്ഥിയായിരിക്കുന്ന പ്രിയപ്പെട്ട അമൽ ജോൺ ജേക്കബ് നമ്മുടെ കൂടെയുണ്ട്. 3 പ്രിയപ്പെട്ടവരെയും വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യും. നമുക്ക് കോൺഫറൻസിൻ്റെ എല്ലാം കഴിഞ്ഞിരിക്കുകയാണല്ലോ. മൊത്തത്തിൽ നിങ്ങളുടെ ഒരു അവലോകനം, ഒരു വിലയിരുത്തൽ കൂടിയാകാം. നിങ്ങൾക്ക് മൊത്തത്തിൽ കോൺഫറൻസിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പ്രേക്ഷകരോടൊന്ന് പറയുന്നത് നല്ലതായിരിക്കും. സൈനയിൽ നിന്ന് തുടങ്ങാം. സ്റ്റുഡൻറ് സെക്രട്ടറി സൈനയിൽ നിന്ന് ആരംഭിക്കും. നമസ്കാരം. ഒരു 2-3 വർഷമായിട്ട് സ്റ്റുഡൻസ് കോൺഫറൻസിൽ വളരെ ആഗ്രഹത്തോടെ രജിസ്റ്റർ ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നിരിക്കലും ഈ 113ാമത് സ്റ്റുഡൻസ് കോൺഫറൻസിന് ഒരു നേതൃത്വ സ്ഥാനത്ത് നിന്നുകൊണ്ട് പങ്കെടുക്കുവാൻ സാധിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പോളച്ചന് ഒരു 2-3 തവണ ഞങ്ങൾ കണ്ട് പരിചയം. എന്തുകൊണ്ടാണ് അച്ഛൻ എന്നെ സ്റ്റുഡൻറ് സെക്രട്ടറി എന്ന സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തതെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. ഞാനിത് അച്ഛനോട് എപ്പോഴും പറയും. എനിക്ക് ഇന്നീ നിമിഷം വരെയും എൻ്റെ മനസ്സിലുള്ള ഒരാഗ്രഹം, കോൺഫറൻസ് തീർന്നെങ്കിലും കോൺഫറൻസിൻ്റെ കാര്യങ്ങൾ ഇപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, പല കാര്യങ്ങളും. അപ്പോൾ ഈ ഒരു നിമിഷം വരെയും അച്ഛൻ എന്നെ ഏൽപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റേതായ രീതിയിൽ ഒരു കുറവും കൂടാതെ ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ ചെയ്യാൻ എന്നെ കൊണ്ട് സാധിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 113ാമത് സ്റ്റുഡൻസ് കോൺഫറൻസ് കഴിഞ്ഞ സ്റ്റുഡൻസ് കോൺഫറൻസുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു കോൺഫറൻസ് തന്നെയായിരുന്നു. പല മേഖലകളിൽ നിന്നുള്ള രാഷ്ട്രീയ, സാമൂഹിക, ആത്മീയ, കല, സംഗീത മേഖലകളിൽ നിന്നൊക്കെയുള്ള അനേകം ആളുകളെ കൊണ്ടുവരുവാനും വളരെ കുറഞ്ഞ ഏതാനും ചില ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇവരെ എല്ലാം കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനും ഒക്കെ സാധിച്ചു. ഒരു മോണലോഗ് പോലെ അല്ല, ഒരു ലീഡർ വന്ന് നിന്ന് സംസാരിക്കുന്നു എന്ന തരത്തിലല്ല, അതിലുപരി ഒരു സംവാദം എന്ന നിലയിലേക്ക്, കോൺവെർസേഷൻ എന്ന നിലയിലേക്ക് ഈ ഒരു സെഷൻസിനെയൊക്കെ കൊണ്ടുപോകുവാനായിട്ട് സാധിച്ചു. അത് ഈ ഒരു കോൺഫറൻസിൻ്റെ വിജയമായിട്ട് തന്നെ ഞാൻ കൂട്ടാക്കുന്നു. ഒരു സെഷനെ പറ്റി എടുത്തു പറയുകയാണെങ്കിൽ എൻലിവൻ ലൈഫ്സ് ബിയോണ്ട് എക്സ്ക്യൂസസ് എന്നുള്ള ഒരു സെഷൻ. അതിനകത്ത് മാരിയത്ത്, പ്രിറ്റി, അതുപോലെ തന്നെ കൃഷ്ണകുമാർ പോലെയുള്ള ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ബട്ട് വെരി ഏബിൾഡ് അത്തരത്തിലുള്ള ആളുകളൊക്കെ വന്ന് കുട്ടികളോട് സംവാദിക്കാനും അവരുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാനും ഒക്കെ ഈ കോൺഫറൻസ് കൊണ്ട് ഇടയായി. അപ്പം അത് വളരെ നല്ലൊരു അനുഭവമായിട്ട് ഞാൻ കണക്കാക്കുന്നു. നമ്മുടെ തീമിനെ പറ്റി, ഈ വർഷം നമ്മളെടുത്ത തീമിനെ പറ്റി, അതിനെപ്പറ്റി ഒന്നുകൂടെ പറയാമോ? അതെ, ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് AI ഫോർ ലൈഫ്, ആസ്പിറേഷൻസ് ആൻഡ് ഇൻസ്പിറേഷൻസ് ഫോർ ലൈഫ് എന്നുള്ളതായിരുന്നു. ആ ഒരു ചിന്താവിഷയത്തെ തീർത്തും അന്വർത്ഥമാക്കുന്ന തരത്തിലുള്ള സെഷൻസ് തന്നെയാണ് നടത്തിയത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻലിവൻ ലൈഫ്സ് ബിയോണ്ട് എക്സ്ക്യൂസസ്, അത് ഒരു വളരെ വലിയ ഇൻസ്പിറേഷൻ ആയിരുന്നു വന്നു ചേർന്ന എല്ലാ ഡെലിഗേറ്റ്സിനും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതുപോലെ ജോസഫ് അന്നംകുട്ടി ജോസിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ഒരു സെഷൻ ഉണ്ടായിരുന്നു. അത് വളരെ മൂവിങ് ആയിരുന്നു. ഹൗ ക്രൈസ്റ്റ് ഇൻസ്പയർഡ് മീ എന്ന സെഷൻ. അത് എനിക്കറിയില്ല, ഡെലിഗേറ്റ്സിൻ്റെ ഉള്ളിലേക്ക് വളരെ ആഴത്തിൽ ഇറങ്ങി ചെല്ലുവാൻ ജോസഫ് അന്നംകുട്ടി ജോസിൻ്റെ വാക്കുകൾക്ക് സാധിച്ചിട്ടുണ്ട്. അത് വളരെ നല്ലൊരു അനുഭവമായിരുന്നു. അതുപോലെ തന്നെ ഗ്രിറ്റ്സ് ആൻഡ് ഗ്രേസ് പോലെയുള്ള നമ്മുടെ
ഡെഡിക്കേഷൻ സെഷൻസ്, റെൻസി അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ഡെഡിക്കേഷൻ സെഷൻ ഒക്കെ വളരെ അർത്ഥവത്തായിരുന്നു. കൂടാതെ നമ്മുടെ മാർത്തോമായി ജെംസിനെ പരിചയപ്പെടുത്തുവാനായിട്ട് കോൺഫറൻസിന് സാധിച്ചു. പൊളിറ്റീഷ്യനായിട്ടുള്ള മാത്യു ടി തോമസ് സർ, വർഗീസ് സർ ജേർണലിസ്റ്റാണ്, അതുപോലെ KG അബ്രഹാം സാർ വലിയൊരു ബിസിനസ്മാനാണ്. അത്തരത്തിൽ ബെൻസൺ അച്ചാച്ചൻ്റെ നേതൃത്വത്തിൽ മോഡറേഷനിൽ അത്തരത്തിലുള്ള ആളുകളെയൊക്കെ ഈ ഡെലിഗേറ്റ്സിന് പരിചയപ്പെടുത്തി കൊടുക്കുവാനും അവരുടെ ഇൻസൈറ്റ്സ് ഒക്കെ കുട്ടികളിലേക്ക് എത്തിക്കുവാനും അത് വലിയൊരു ഇൻസ്പിറേഷനും അതോടൊപ്പം കുട്ടികൾക്കൊരു ആസ്പിറേഷനുമായിരുന്നു. വളരെ അർത്ഥവത്തായി എല്ലാ സെഷൻസും ഒരുപോലെ വളരെ അർത്ഥവത്തായിട്ട് കുട്ടികളിലേക്ക് എത്തിക്കുവാൻ ഈ കോൺഫറൻസിന് സാധിച്ചിട്ടുണ്ട്. സൈന ഈ കോൺഫറൻസിൽ പല പ്രാവശ്യം സംബന്ധിച്ചു, എന്നാൽ ഇത്തവണ സ്റ്റുഡൻറ് സെക്രട്ടറി ആയിട്ടല്ലേ സംബന്ധിച്ചത്. അപ്പോൾ ഹാരിച്ച ഒരു ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു. അത് എങ്ങനെ അത് രണ്ടും കൂടെ കൊണ്ടുപോകാൻ സാധിച്ചു? അതെ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം 2-3 കോൺഫറൻസുകൾക്ക് പങ്കെടുത്തത് കൊണ്ട് തന്നെ കോൺഫറൻസിൻ്റെ സത്ത എന്താണെന്നുള്ളത് മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ചുമതല ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അത് എത്രമാത്രം എഫക്റ്റീവായിട്ട് എന്നെ കൊണ്ട് സാധിക്കും എന്നും എനിക്കറിയില്ലായിരുന്നു. പോളച്ചൻ്റെ നേതൃത്വത്തിൽ പൂർണ്ണമായിട്ട് അച്ഛൻ്റെ ഒരു ഗൈഡൻസ് എനിക്ക് കിട്ടിയിരുന്നു. അതുപോലെ തന്നെ അച്ഛനിൽ കൂടി പല കാര്യങ്ങൾ, എങ്ങനെ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാം, എങ്ങനെ ഒരു ഇത്തരത്തിൽ വലിയൊരു കോൺഫറൻസിനെ അതിനു വേണ്ടി എങ്ങനെ ഡ്രീം ചെയ്യാം, അതിനെ എങ്ങനെ റിയാലിറ്റിയിലേക്ക് എത്തിക്കാം എന്നുള്ള തരത്തിലുള്ള പല കാര്യങ്ങളും അച്ഛനിൽ കൂടി പഠിക്കുവാനായിട്ട് സാധിച്ചു. ഇപ്പം ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് പറയാൻ സാധിക്കും, അച്ഛൻ്റെയും അതുപോലെ കമ്മിറ്റിയിലുള്ള പല നേതൃത്വം നൽകിയ പലവരുടെയും ഗൈഡൻസിൽ കൂടിയും അവർ കാട്ടിയ വഴിയിൽ കൂടിയാണ് എനിക്ക് ചെയ്യാൻ സാധിച്ചത്. നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. അമലും കോൺഫറൻസിൽ കുറേ കാലമായിട്ട് പങ്കെടുക്കുന്ന ഒരാളാണ്. ഇപ്പോൾ സെമിനാരി അഡ്മിഷൻ ലഭിച്ചു, സെമിനാരിയിലേക്ക് പഠിക്കുവാനായിട്ട് പോവുകയാണ് അമൽ. പ്രത്യേകിച്ച് അവിടെ നടന്ന കോമ്പറ്റീഷൻസിലൊക്കെ 2 സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടും അമലിന് സാധിച്ചു. കുട്ടികൾ ഈ വർഷത്തെ നമ്മുടെ വന്ന ഡെലിഗേറ്റ്സ് അതിനെപ്പറ്റിയും അമലിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു 113ാമത് മാർത്തോമാ വിദ്യാർത്ഥി സമ്മേളനത്തിൻ്റെ ഭാഗമാകുവാൻ കഴിഞ്ഞത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരു സാധാരണ വിദ്യാർത്ഥി എന്ന നിലയിൽ പങ്കെടുത്തു, എന്നാൽ ഇത്തവണ സഭയുടെ വൈദിക സെമിനാരിയുടെ ഭാഗമായി നിന്നുകൊണ്ട് പങ്കെടുക്കുവാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഈ വർഷത്തെ കോൺഫറൻസിനെ വ്യത്യസ്തമാക്കുന്നത്. ഞങ്ങളുടെ ഓറിയൻറ്റേഷൻ ബാച്ചിലെ 30ഓളം വിദ്യാർത്ഥികൾ അതിന് ഭാഗമായി തീർന്നു. അതിൻ്റെ രജിസ്ട്രേഷൻ മുതൽ അതിൻ്റെ അവസാനം ഏറ്റവും ഒടുവിൽ പിരിഞ്ഞു പോയത് ഒരുപക്ഷെ സെമിനാരി വിദ്യാർത്ഥികളും കമ്മിറ്റി അംഗങ്ങളും ആയിരിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓരോ സെഷനും തന്നെ വളരെ മനോഹരവും മികവിട്ടതാക്കുന്നതിൽ എന്നോട് ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛനും കമ്മിറ്റി അംഗങ്ങളും നിർവഹിച്ച വലിയൊരു ചുമതലയും ഉത്തരവാദിത്വമാണ് എന്നതിൻ്റെ വെളിവാക്കലായിരുന്നു ഓരോ സെഷനുകളിലും വിദ്യാർത്ഥികൾ നൽകിയ കയ്യടിയും അവരുടെ റിഫ്ലക്ഷനുമൊക്കെ അതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണങ്ങളായിരുന്നു. ഏറ്റവും കൂടുതൽ അതിനെ വ്യത്യസ്തമാക്കിയത് ഈ വർഷത്തെ വേദിയായത് ബിലീവേഴ്സ് കൺവെൻഷൻ സെൻ്റർ ആണ് എന്നുള്ളതാണ്. വളരെ ഏറെ നല്ല പരിസ്ഥിതി സൗഹൃദമായ ഒരു ക്യാമ്പസ്, അതിൻ്റെ ഒരു ധ്യാനാത്മകതയൊക്കെ ലഭിക്കുന്ന ഒരിടം എന്ന നിലയിൽ ഈ വർഷത്തെ കോൺഫറൻസിൻ്റെ ഇടം ഏറ്റവും ഹൃദയസ്പർശിയായ ഒരിടമായിരുന്നു. അവിടെ സംവദിക്കപ്പെട്ട കാര്യങ്ങളും ഏറെ ഹൃദയസ്പർശകമായിരുന്നു എന്നതാണ് മറ്റൊരു സംഗതി എന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ അഭിലാഷങ്ങളും പ്രചോദനങ്ങളും എപ്രകാരം ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന് മനസ്സിലാക്കാമെന്ന ആരംഭം കുറിക്കുന്ന ഉദ്ഘാടന സെഷൻ മുതൽ ഒടുവിൽ എല്ലാ കോൺഫറൻസുകളും ലക്ഷ്യം വെക്കുന്ന ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക എന്ന ഉദ്ദേശത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നയിക്കപ്പെട്ട ഒരു കോൺഫറൻസ് എന്ന നിലയിൽ ഇത് ഏറ്റവും അനുഗ്രഹപ്രദമായി എന്നതും ഏറെ സന്തോഷം നൽകുന്ന സംഗതിയാണ്. നമ്മൾ ശ്രദ്ധിച്ച കാര്യങ്ങളറിയാം. ഈ വർഷത്തെ കോൺഫറൻസിൻ്റെ വേദിയെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. പിന്നെ ഞാൻ പറഞ്ഞത് ഇതൊരു അന്താരാഷ്ട്ര സമ്മേളനങ്ങളുടെ നിലയിലേക്ക് നമ്മുടെ കോൺഫറൻസ് വിലയിരുത്തപ്പെട്ടു എന്നത് വളരെ ഏറെ അർത്ഥവത്തായ ഒരു സംഗതിയാണ്. നമ്മുടെ ടാഗുകൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ഒരു IFFK പോലെയുള്ള അല്ലെങ്കിൽ ഒരു KLF ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ പോലെയുള്ള കൂട്ടായ്മകൾ വിദ്യാർത്ഥികൾ അണിഞ്ഞു വരുന്ന നിറമുള്ള ആ ടാഗുകളും പിന്നെ ഒരേപോലെയുള്ള ബാഗുകളും ഫ്ലാസ്കുകളും അങ്ങനെ കോംപ്ലിമെൻറ്റ്സ് ആയെങ്കിൽ പോലും എല്ലാം തന്നെ വളരെ വ്യത്യസ്തമായിരുന്നു, വളരെ വിലപിടിപ്പുള്ളതായിരുന്നു. ഒരുപക്ഷെ രജിസ്ട്രേഷൻ്റെ തുകയുമായി ഒത്തുനോക്കുമ്പോൾ കോൺഫറൻസ് എങ്ങനെ ഇത് നടത്തി, ബാക്കി തുക കൊണ്ട് എങ്ങനെ നടത്തിയെന്ന് പോലും പലപ്പോഴും നമ്മൾക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും വിദ്യാർത്ഥികളുടെ ആ ഒരു പൂർണ്ണമായൊരു സമർപ്പണവും സംഘാടകരുടെ ആ ഒരു താല്പര്യവും എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ഈ വർഷത്തെ കോൺഫറൻസ് ഏറ്റവും മികവേറിയതായി മാറി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചില സംഗതികളാണ് ഈ വർഷത്തെ കോൺഫറൻസിനെ മറ്റൊരു തലത്തിൽ വ്യത്യസ്തമാക്കിയെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, നമ്മുടെ യുവജനങ്ങളൊന്നും നാട്ടിലില്ല, എല്ലാവരും വിദേശത്താണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ
നമ്മുടെ യുവാക്കളും യുവതികളും വിവിധ സർവകലാശാലകളിലും യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലുമൊക്കെ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ PhD മറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, ഉദ്യോഗാർത്ഥികളായിട്ടുള്ളവർ എല്ലാവരും ചേർന്ന് മാർത്തോമാ സഭയിലെ യുവജനങ്ങളായി ഒന്നിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഘബോധവും ഒരു ഒരുമയും ഒക്കെ നമുക്ക് നൽകുന്നത് നമ്മുടെ സഭയുടെ നാളെക്കുറിച്ചുള്ള പ്രതീക്ഷകളാണ്. ഈ യുവതികളുടെയും യുവാക്കളുടെയും കയ്യിലാണ് നാളത്തെ നമ്മുടെ സഭ എന്നുള്ള വലിയൊരു ബോധ്യവും ഉറപ്പും വലിയൊരു ആവേശവും ഒക്കെയാണ് ഈ ഒന്നിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന നമുക്ക് ലഭ്യമായി തീരുന്നത്. അഭിവന്യ തിരുമേനിമാരുടെ സാന്നിധ്യം, മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ ഉദ്ഘാടന പ്രസംഗമൊക്കെ ഈ നമ്മുടെ ഈ കാലഘട്ടത്തിലെ സമകാലിക വിഷയങ്ങളെല്ലാം ഉള്ളടക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ ഉള്ളടക്കമാക്കിക്കൊണ്ട് എപ്രകാരമാണ് ജീവിതത്തിന് അഭിലാഷങ്ങളും പ്രചോദനങ്ങളും ഉണ്ടാകേണ്ടത് എന്നുള്ള ദർശനങ്ങളൊക്കെ തിരുമേനി പങ്കുവെക്കുമ്പോൾ എത്രത്തോളം ഇതിനുവേണ്ടി തയ്യാറെടുത്തുകൊണ്ടാണ് നാളെയുടെ വാഗ്ദാനങ്ങളോട് എപ്രകാരമാണ് ഞാൻ സംവദിക്കേണ്ടത് എന്നുള്ള വലിയൊരു ബോധ്യത്തിൽ നിന്നാണ് തിരുമേനി സംവദിച്ചത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതുപോലെ ഓരോ തിരുമേനിമാരുടെ സാന്നിധ്യം, ഇടയന്മാർ പ്രിയപ്പെട്ട ആട്ടിൻകൂട്ടത്തോടൊപ്പം നിൽക്കുന്ന ഒരു അനുഭവമായിരുന്നു. ഒരു വേദിയിൽ അവർ അകലെയും നമ്മൾ വേറെടുത്തുമായിട്ടല്ല, ഈ വിദ്യാർത്ഥികളോടൊപ്പം വന്നിരിക്കുന്നു, അവരോട് സംവദിക്കുന്നു, അവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആ ഒരു ഇടയൻ ജനത്തിൽ നിന്ന് അകലെയല്ല എന്നുള്ളൊരു തോന്നൽ വിദ്യാർത്ഥികൾക്ക് എന്തും അടുത്ത് സംവദിക്കാൻ കഴിയുന്ന ഒരു ഇടം കൂടിയായി നമ്മുടെ സ്റ്റുഡൻസ് കോൺഫറൻസ് മാറ്റപ്പെടുകയായിരുന്നു. ഓരോ സെഷനുകളും വളരെ വൈവിധ്യമാർന്ന മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ ഇന്ന് അച്ഛൻ തിരഞ്ഞെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബെന്യാമിൻ സാറും ബ്ലസ്സി സാറും മോത്തി വർക്കിയച്ചനും വ്യത്യസ്തമായ 3 മേഖലയിൽ നിൽക്കുമ്പോഴും എഴുത്തുകാരനും ഒരു സംവിധായകനും ഒരു വാഗ്മിയും ഒന്നിച്ചു ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വാഗ്വൈഭവവും അതിൽ നിന്ന് ഉടലെടുക്കുന്ന ദർശനങ്ങളും ഒക്കെ പങ്കുവെക്കപ്പെടുമ്പോൾ അത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഇടം നേടിയിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ സൈന സൂചിപ്പിച്ചതുപോലെ പരിമിതികളുള്ള വ്യക്തികളെ മുഖ്യവേദിയിലേക്ക് കൊണ്ടുവന്ന് അവരുടെ പരിമിതികളെ അവരെപ്രകാരം അതിജീവിച്ചു എന്ന് പങ്കുവെക്കുമ്പോൾ എല്ലാ സാധ്യതകളുമുള്ള തലമുറ എപ്രകാരം അതിനെ വിനിയോഗിക്കപ്പെടാതിരിക്കുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കാൻ നമ്മളെ അവരൊരു വലിയ വെല്ലുവിളിയാണ് നൽകിയത്. അതിലുപരി നമ്മുടെ ജീവിതങ്ങൾക്ക് അഭിലാഷങ്ങൾ ലഭ്യമായ സാഹചര്യങ്ങളിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട് എന്നുള്ള വലിയൊരു ബോധ്യവും അവരെ പ്രിയപ്പെട്ടവർ നൽകുകയുണ്ടായി. പിന്നെ നമ്മുടെ ബൈബിൾ സ്റ്റഡികളെല്ലാം തന്നെ, വേദപുസ്തക വ്യാഖ്യാനങ്ങളെല്ലാം തന്നെ ഏറ്റവും മികച്ച 2 വൈദികരെ നമുക്ക് കിട്ടി. റെൻസി അച്ഛനും അതുപോലെ റോബിനച്ഛനും. നമ്മുടെ വേദപുസ്തകത്തെ എപ്രകാരമാണ് കാലഘട്ടത്തോട് ചേർന്ന് എന്ന് വ്യാഖ്യാനിക്കുവാനായിട്ട് കഴിയുന്നത് എന്ന് പ്രിയപ്പെട്ട അച്ഛന്മാർ വ്യക്തമാക്കുകയുണ്ടായി. അവരുടെ ഡിവോഷൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പറയാറുണ്ട്, ഓരോ ഡിവോഷനും ഒരു ഡെഡിക്കേഷനിലേക്ക് നയിക്കുന്നതായിരിക്കണം എന്നുള്ളത്. നമുക്ക് ഡെഡിക്കേഷന് മറ്റൊരു സെഷൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ വേദവിചിന്തനത്തിൻ്റെ ഒരു സമാപ്തിയിലേക്ക് എത്തിയത് ഒരു സമർപ്പണത്തോടു കൂടിയായിരുന്നു എന്നത് തന്നെ ഈ കോൺഫറൻസിൻ്റെ വിജയമാണ്. അതിലേറെ ഈ ബൈബിൾ സ്റ്റഡിയുടെ തന്നെ ഒരു വിജയമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ നമ്മൾ പൊതുവിൽ നമ്മുടെ ഈ ഒരു കോൺഫറൻസിനെ വിലയിരുത്തുമ്പോൾ ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുക എന്നുള്ള പ്രഥമവും ഏറെ പ്രാധാന്യവുമായ ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് ഇത് വഴിതെളിച്ചു എന്നുള്ളതാണ് ഈ വർഷത്തെ ഒരു സ്റ്റുഡൻസ് ഡെലിഗേറ്റ് എന്ന നിലയിൽ ഈ കോൺഫറൻസിനെ വിലയിരുത്തുമ്പോൾ എന്നിൽ സന്തോഷമുണർത്തുന്ന. അമൽ പറഞ്ഞ പോലെ വിദ്യാർത്ഥികളെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തിലേക്കും സഭയോടും ഒക്കെ ചേർത്ത് നിർത്തുക എന്നുള്ളതായിരിക്കണം നമ്മളുടെ കോൺഫറൻസിൻ്റെ പ്രധാനപ്പെട്ട ഒരു തീം അല്ലെന്ന് പറയുന്നു. അതിൽ ഈ കോൺഫറൻസ് കുട്ടികളെ അനേകം പേര് സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഒരു സെഷൻ, അവർ തങ്ങളുടെ ജീവിതങ്ങളെ കർത്താവിന് സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കുഞ്ഞുങ്ങൾ കർത്താവിനെ സമർപ്പിച്ചു. അതുകൊണ്ട് നമ്മൾ എന്ത് പ്രോഗ്രാം ചെയ്താലും ആത്യന്തികമായി നമ്മുടെ ലക്ഷ്യവും ഇത് കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് അവരെ കൊണ്ടുവരികയും സഭയോട് അവരെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ഒരു വലിയ അനുഭവമാണ്. തീർച്ചയായിട്ടും ഈ സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ, ഇതൊക്കെ ഒരു കോൺഫറൻസിൻ്റെ പ്രത്യേകതയാണല്ലോ. സംഗീതം, മ്യൂസിക്, അതുപോലൊപ്പം തന്നെ ടാലന്റ് നൈറ്റ് പ്രോഗ്രാം, മറ്റുള്ള പ്രോഗ്രാമുകൾ, അതെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ സ്റ്റുഡൻറ് സെക്രട്ടറി എന്ന നിലയിൽ പ്രിയപ്പെട്ട റോഹനോട് ചോദിക്കട്ടെ, എങ്ങനെയായിരുന്നു സംഗീത ശുശ്രൂഷ അല്ലെങ്കിൽ സൗഹൃദങ്ങൾ, കുട്ടികൾ തമ്മിലുള്ള ബന്ധങ്ങൾ, പുതിയ ആളുകളെ പരിചയപ്പെടുന്നു, അങ്ങനെയുള്ളൊരു അനുഭവം കൂടെ ഒരു സഭയിലെ കൂട്ടുകാർ ഒന്നിച്ചു ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവം ഒരു സ്റ്റുഡൻറ് സെക്രട്ടറി എന്ന നിലയിലും റോഹൻ എങ്ങനെ വിലയിരുത്തുന്നു? പ്രത്യേകിച്ച് എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്നവരെല്ലാം മുൻ വർഷത്തെ എക്സ്പീരിയൻസ് പറഞ്ഞു. പക്ഷേ എനിക്ക് എൻ്റെ ആദ്യത്തെ കോൺഫറൻസ് ആയിരുന്നു ഇത്. അതും ആദ്യത്തെ കോൺഫറൻസ് തന്നെ ഒരു സ്റ്റുഡൻറ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അതുപോലെ തന്നെ എനിക്ക് അച്ഛനോട് ഒരൊറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അച്ഛൻ നിൽക്കാം. അങ്ങനെ സ്റ്റുഡൻറ് സെക്രട്ടറി ആയി. മനസ്സിലൊരു ഭയം ഉണ്ടായിരുന്നു. അച്ഛൻ 500 ഡെലിഗേറ്റ്സിനെ പ്രതീക്ഷയെങ്കിലും നമുക്കൊരു 600+ ആളുകൾ വന്നു.
അപ്പം 700ഓളം. അപ്പോൾ ആ ദിവസം എടുത്തപ്പോൾ എങ്ങനെ 700 പേരെ നോക്കും എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. പക്ഷേ വന്ന 700 പേരും നമുക്കൊന്നും അങ്ങോട്ട് അല്ലെങ്കിൽ സെക്രട്ടറി ആണെന്നുള്ള ഒരു ഇതിൽ നമുക്കൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അവർ കറക്റ്റ് ടൈം പാലിച്ച്, അതും എനിക്ക് തോന്നുന്നു ഈ വർഷത്തിൽ ആദ്യമായിട്ട് പങ്കെടുത്തവരായിരിക്കും ഏറ്റവും കൂടുതൽ. എക്സ്പീരിയൻസ് ഉള്ളവരെക്കാളും പുതിയ ആളുകളായിരുന്നു. അവർ കറക്റ്റ് ടൈം പാലിക്കുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മൾ കൊടുത്ത ആ ഒരു എക്സ്പോഷർ, അത് അവർക്ക് ഇനി വരുന്ന വർഷങ്ങളിൽ സ്റ്റുഡൻസ് കോൺഫറൻസിന് വരാനുള്ളൊരു പ്രചോദനമാണ്. പിന്നെ അതുപോലെ തന്നെ പാട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് മ്യൂസിക് ഈവനെ എടുത്ത് പറയേണ്ടതുണ്ട്. എന്നും ഈ ഒരു 113ാമത് കോൺഫറൻസിൽ പങ്കെടുത്ത എല്ലാവർക്കും ആ ഒരു നൈറ്റ് എന്നും മെമ്മറബിൾ ആയിരിക്കും. അവർക്ക് എന്നും മനസ്സിൽ കാണുന്ന തരത്തിലുള്ള ഒരു സെക്ഷനായിരുന്നു അച്ഛൻ. അതുപോലെ തന്നെ അവരെ വിളിച്ച ഗസ്റ്റുകളാണെങ്കിലും മാധുര്യമുള്ള അവരുടെ സ്വരത്തിൽ എല്ലാവരുടെയും മനസ്സിൽ അവർക്ക് കയറാൻ സാധിച്ചു. മ്യൂസിക്കിന്റെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച ഒരാളൂടെ ആയിരുന്നല്ലോ റോഹൻ. മ്യൂസിക് സെഷൻ കുട്ടികളെ എൻജോയ് ചെയ്തു. ആ കാര്യങ്ങളെ പറ്റി എങ്ങനെയായിരുന്നു? മ്യൂസിക്കിന്റെ സൗഹൃദത്തിന്റെ കാര്യം പറഞ്ഞു, പരിചയപ്പെടലിന്റെ കാര്യം പറഞ്ഞു, മ്യൂസിക്കും മറ്റുള്ള എന്റർടൈൻമെന്റ് പ്രോഗ്രാംസും ഒക്കെ എൻജോയ് ചെയ്യാൻ സാധിച്ചോ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ള കുട്ടികളിൽ അത് നമുക്ക് നല്ല രീതിയിൽ ഇത് മ്യൂസിക് കൊണ്ടുചെല്ലാൻ സാധിച്ചു. അവർക്കൊരു നല്ല രീതിയിൽ ആ ഒരു സമയം നല്ല രീതിയിൽ ആഘോഷിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഡാൻസ് കളിച്ച് പോകുന്ന ഒരു ഇതല്ല. നമുക്ക് ആ ഒരു സെക്ഷനോടൊപ്പം തന്നെ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു ഗ്യാപ്പ് നമുക്ക് നല്ല രീതിയിൽ മ്യൂസിക്കിൻ്റെതായ പുതിയ സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ, പ്രത്യേകിച്ച് നമ്മളുടെ വൈദികര്, തിരുമേനിമാര്, സീനിയർ ഫ്രണ്ട്സ്, അതൊക്കെ നമ്മുടെ ഒരു ക്യാമ്പിന്റെ പ്രത്യേകതയാണല്ലോ. കുട്ടികൾ മാത്രമല്ലല്ലോ നമ്മളുടെ ഈ കോൺഫറൻസ് പറയുമ്പോൾ നമ്മുടെ ബിഷപ്സ് എല്ലാവരും, നമ്മുടെ വൈദികർ, അതുപോലെ തന്നെ സീനിയർ ഫ്രണ്ട്സ് ആയിട്ടുള്ള എല്ലാവരും, അങ്ങനെ എല്ലാവരും കൂടെ ചേരുന്നതാണല്ലോ. എനിക്ക് അതിനകത്തുനിന്ന് എന്തൊരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിനകത്ത് അതെ, അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു മാർത്തോമ സ്റ്റുഡൻസ് കോൺഫറൻസിനെ വ്യത്യസ്തമാക്കുന്നത് തന്നെ സഭയിലെ എല്ലാവരും ഒരു 4 ദിവസത്തേക്ക് ഒരുമിച്ച് വരിക എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ടതായ ഒരു കാര്യം, നമ്മുടെ സഭയിലെ പിതാക്കന്മാരെല്ലാവരും നമ്മോടൊപ്പം ഫുൾ ടൈം 4 ദിവസവും ഉണ്ടാകുന്ന ഒരു വേദി കൂടിയാണ് സ്റ്റുഡൻസ് കോൺഫറൻസ് എന്ന് പറയുന്നത്. ഒരു സ്റ്റുഡൻറ് സെക്രട്ടറി എന്നുള്ള നിലയിൽ നമ്മുടെ സഭാപിതാക്കന്മാർ, തിരുമേനിമാരോടൊപ്പം ഒരു വേദി പങ്കിടുവാൻ സാധിക്കുക എന്നൊക്കെ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ ഞാനത് കാണുന്നു. അപ്പം അവരുടെ മുൻപിൽ ആ സ്റ്റേജിൽ സംസാരിക്കാൻ സാധിക്കുക. പിന്നെ നമ്മുടെ മെട്രോപൊളിത്ത തിരുമേനിയെ പറ്റി പറയുകയാണെങ്കിൽ, തിരുമേനി പല സെഷൻസിലും തിരുമേനി വന്ന് വേദിയിലും സദസ്സിൽ കുട്ടികളുടെ ഇടയിലുമൊക്കെ ആയിട്ടിരുന്ന് തിരുമേനി ഒത്തിരി സെഷൻസ് അറ്റൻഡ് ചെയ്തു. അത് എടുത്തു പറയേണ്ടതായ ഒരു കാര്യമാണ്. വൈസ് പേട്രൺ എന്നുള്ള നിലയിൽ സെറാഫീം തിരുമേനിയുടെ ഒക്കെ കൈത്താങ്ങലും വളരെ വലുതാണ്. എങ്കിലും ഡെലിഗേറ്റ്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് വന്നിരിക്കുന്ന ഒരു റിക്വസ്റ്റ് എന്നുള്ള രീതിയിലാണ് എല്ലാ തിരുമേനിമാരും എല്ലാ ദിവസവും കുട്ടികളോടൊപ്പം ആയിരുന്നെങ്കിൽ അത് ഞങ്ങൾക്ക് വളരെ വലിയൊരു സന്തോഷമായിരുന്നേനെ. നമ്മുടെ സഭയിൽ നമുക്ക് ഈ ഒരു സ്റ്റുഡൻസ് കോൺഫറൻസ് ആണ് തിരുമേനിമാരോട് ഒപ്പം ഇരുന്ന് അവരോട് സംവദിക്കുവാനൊക്കെ, അവരെ മനസ്സിലാക്കുവാനും നമ്മൾ ആരാണെന്ന് അവരോട് പറയുവാനും ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു അവസരം. അപ്പം ഇനി തുടർന്നുള്ള കോൺഫറൻസുകളിലും എല്ലാ തിരുമേനിമാരോടും ഞങ്ങളോടൊപ്പം ഇരുന്ന് ഞങ്ങളോട് സംവദിക്കുവാൻ എത്തും എന്ന ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ കോൺഫറൻസ് കഴിഞ്ഞ് പോകുമ്പോൾ വീണ്ടും അടുത്ത വർഷം കാണാം എന്ന ഒരു പുതിയ സൗഹൃദങ്ങളെയൊക്കെ രൂപപ്പെടുത്തി, പുതിയ ബന്ധങ്ങളെയൊക്കെ സൃഷ്ടിച്ച് നമ്മുടെ സമർപ്പണത്തെ ഒന്നുകൂടെ കർത്താവിന്റെ മുമ്പിൽ പുതുക്കി ഈ ഒരു കോൺഫറൻസ് ഒരുപക്ഷെ നമുക്കൊരു വിസ്മയമായി തോന്നും. മറ്റ് സഭാവിശ്വാസികൾ ഈ വർഷത്തെ കോൺഫറൻസിന്റെ ഒരു പ്രത്യേകത, നമ്മൾ സഹോദരി സഭയിൽ നിന്നുമുള്ള കുട്ടികൾ പങ്കെടുത്തു എന്നുള്ളതാണ്. ബിലീവേഴ്സ് ചർച്ചിൽ നിന്നുമുള്ള ഡെലിഗേറ്റ്സ് ഉണ്ടായിരുന്നു, ഓർത്തഡോക്സ് സഭയിൽ നിന്നുമുള്ളവരുണ്ടായിരുന്നു, സ്റ്റുഡൻസ് ക്രിസ്ത്യൻ SCMന്റെ പങ്കാളിത്തം ഉണ്ടായിരുന്നു, അതുപോലെ ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നുമൊക്കെ നമ്മുടെ മിഷൻ ഫീൽഡുകളിൽ നിന്നും കുട്ടികൾ, അതൊക്കെ പുതുമയുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒത്തുചേർന്നിരിക്കുമ്പോൾ ക്രിസ്തുവിൽ നമ്മളെല്ലാവരും ഒന്നാണ് എന്ന ഒരു ചിന്ത. അതോടൊപ്പം തന്നെ നമ്മളെടുത്ത തീം ലൈഫ്
ആ ജീവിതത്തിന്റെ ലൈഫിന്റെ നമ്മുടെ എല്ലാ സെഷൻസും നമ്മൾ നോക്കുമ്പോൾ മെയിൻ തീമിനോട് എല്ലാ സബ് തീമും കണക്റ്റഡ് ആയിരുന്നു. ഏറ്റവും കൂടുതൽ ഇന്ന് ചോദ്യം ചെയ്യപ്പെടുന്നത് ലൈഫാണല്ലോ. അപ്പോൾ ക്രിസ്തുവിലൂടെ ലഭ്യമായ സമൃദ്ധമായ ജീവിതത്തിന്റെ അംശികളായി നമുക്ക് ജീവിക്കണം എന്നുള്ള ഒരു രീതിയിലേക്കാണ് നമ്മളുടെ കോൺഫറൻസ് എത്തിച്ചേരാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് ജീവിതമാണ് ഏറ്റവും അധികം പ്രാധാന്യമുള്ളത് എന്നുള്ള വലിയൊരു ചിന്ത. അപ്പൊ ജീവിതം എത്രത്തോളം വിലയുള്ളതാണ്, എത്രത്തോളം അമൂല്യമാണ് എന്നുള്ള ഒരു വലിയ ചിന്തയൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കോൺഫറൻസ് അവസാനിക്കുമ്പോൾ ഒരിക്കലും ഇത് അവസാനിക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞല്ലോ, മറ്റുള്ള സഭാവിശ്വാസികളൊക്കെ ചോദിക്കും എങ്ങനെയാണ് നിങ്ങൾ ഈ 113 വർഷമായോ ഈ കോൺഫറൻസ് എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ഒരു ലെഗസി, അതിന്റെ ഒരു പാരമ്പര്യം, അതിൽ നമുക്ക് അഭിമാനമുണ്ട്. സഭയിലെ തന്നെ അനേകം വൈദികരെയും അനേകം സാമൂഹിക പ്രവർത്തകരെയും രാഷ്ട്രീയ പ്രവർത്തകരെയും ഒക്കെ സംഭാവന ചെയ്യുവാൻ സ്റ്റുഡൻസ് കോൺഫറൻസിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ള വലിയ സന്ത. അതുകൊണ്ട് ഇത്തവണ നമ്മൾ പിരിയുമ്പോൾ അടുത്ത വർഷം വീണ്ടും കാണാം. ഇത് ഒരിക്കലും ഒരു കോൺഫറൻസ് അവസാനിച്ചെന്ന് തോന്നുന്നില്ല. കോൺഫറൻസിന് ശേഷം പരസ്പരമുള്ള ബന്ധങ്ങൾ പുതുക്കുകയും വീണ്ടും അതിന് അനുധാവന സമ്മേളനങ്ങളൊക്കെ സംഘടിപ്പിക്കുകയും അടുത്ത വർഷത്തെ കോൺഫറൻസിന് വേണ്ടി ഇപ്പോഴേ ഒരുങ്ങുന്ന ഒരു രീതിയാണ് നമ്മളുടെ ഈ മാർത്തോമ സ്റ്റുഡൻസ് കോൺഫറൻസ്. അതുകൊണ്ട് തന്നെ മറ്റൊരു ക്യാമ്പിൽ നിന്നുമൊക്കെ വ്യത്യസ്തമാണ്, മറ്റൊരു കൂടിവരവിൽ നിന്നും വ്യത്യസ്തമാണ് ഈ മാർത്തോമ സ്റ്റുഡൻസ് കോൺഫറൻസ്. അനേകം പേർ, എൻ്റെ സുഹൃത്തുക്കളായ അനേകം വൈദികർ തന്നെ ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചത്. എൻ്റെ ഡിഗ്രി പഠനകാലത്ത് ഒരു കോൺഫറൻസിലൂടെയാണ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. അടൂരിൽ വെച്ച് നടന്നൊരു കോൺഫറൻസിൽ ഭാഗ്യസ്മരണീയനായ അലക്സാണ്ടർ മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനിയൊക്കെ ഉള്ളപ്പോൾ നമ്മളിങ്ങനെ അടുത്ത് കണ്ട് തിരുമേനിയോട് ഒന്നിച്ചൊക്കെ ഇരിക്കുകയും അവിടെ ഒന്നിച്ച് പങ്കെടുക്കുകയും ചെയ്യുന്ന ഒത്തിരി ഓർമ്മകളുണ്ട്. അതുകൊണ്ട് തന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അനേകം പേരെ സമർപ്പിക്കാനായിട്ടും ഒക്കെ സാധിച്ചു. പ്രത്യേകിച്ച് നമ്മുടെ MLA ആയിരിക്കുന്ന മാത്യു ടി തോമസ് എപ്പോഴും സ്റ്റുഡൻസ് കോൺഫറൻസ് തൻ്റെ ജീവിതത്തവണത്തെയും നമ്മുടെ ഗസ്റ്റ് 2 പ്രാവശ്യം അദ്ദേഹം ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹം 2 പ്രാവശ്യം ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ കോൺഫറൻസിൻ്റെ ഈ ഒരു രീതിയെ പറ്റിയാണ് എടുത്തു പറയുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് നമ്മളിപ്പോൾ പിരിയുമ്പോൾ കോൺഫറൻസ് അവസാനിച്ചില്ല, മറിച്ച് പുതിയ വർഷത്തെ 114ാമത് കോൺഫറൻസ് തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിലേക്ക് പോവുകയാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇനിയും സിനഡ് തീയതികളുമൊക്കെ നമ്മളെ അറിയിക്കും. എന്നാൽ ഇപ്പോഴേ ഒരു ഒരുക്കമാണ്. 114 വീണ്ടും കാണാം എന്നുള്ള ഒരു വർഷത്തെ ഒരു ഒരുക്കം, ഒരു വർഷത്തെ പ്രാർത്ഥന, നമ്മളും മാസങ്ങളായിട്ടുള്ള പ്രാർത്ഥനകളാണ്. ആത്യന്തികമായി നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്താലും, നമ്മളെ ഏതൊക്കെ രീതിയിൽ ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്താലും ഉയരത്തിൽ നിന്നുള്ള കൃപകളില്ലെങ്കിൽ നമുക്കത് ഒരു സക്സസ് ആയി തീർക്കാനായിട്ട് സാധിച്ചില്ല. ഈ ഒരു വർഷത്തെ കോൺഫറൻസിൽ തമ്പുരാൻ്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ ചെയ്ത ആഗ്രഹിച്ച, നമ്മൾ സ്വപ്നം കണ്ട എല്ലാ കാര്യങ്ങളും പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരുതൽ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വീണ്ടും നമുക്ക് തിരുവനന്തപുരത്ത് ദൈവം അനുവദിച്ചാൽ വീണ്ടും എല്ലാവർക്കും ഒത്തുചേരാം. പുതിയ കോൺഫറൻസിൻ്റെ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പൊക്കെ ആരംഭിച്ചിട്ടില്ല. അവർക്ക് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്നു എന്ന തീരുമാനം മാത്രമേ ഉള്ളൂ. എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു കോൺഫറൻസ് 113ാമത് കോൺഫറൻസ് അനുഗ്രഹപരമായി പൂർത്തീകരിക്കാൻ സഹായിച്ച ദൈവത്തിന് നമുക്ക് നന്ദികൾ അർപ്പിക്കാം. അപ്പോൾ റോഹൻ്റെ ഒരു പാട്ടോടുകൂടി നമുക്ക് സെഷൻ അവസാനിപ്പിക്കാം. കാരണം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, വ്യാപരിച്ച എല്ലാ ദൈവകൃപകൾക്കായി നന്ദി പറഞ്ഞുകൊണ്ട്, ഇതിനെ സഹായിച്ച എല്ലാവർക്കുമായി, ഇതിനെ സാമ്പത്തികമായി സഹായിച്ചവരുണ്ട്, പ്രാർത്ഥനയിൽ സഹായിച്ചവരുണ്ട്, വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകിയവരുണ്ട്, വിവിധ കമ്മിറ്റികളിൽ ഒത്തുചേർന്ന് പ്രവർത്തിച്ച ഒരു ഗ്രൂപ്പ് വർക്കിൻ്റെ ഒരു ഫലമായിരുന്നു. അതിൽ ആ ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കൊരു പാട്ടിലേക്ക് പോയി അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കും. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ.